സോ പി എച്ച് പിയിൽ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ഡിസിഷൻ മേക്കിംഗ് ആണ്. സാധാരണ നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു കണ്ടീഷൻ കാണും, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ കണ്ടീഷനിലേക്ക് കയറും, അല്ലാന്നുണ്ടെങ്കിൽ ഫാൾസ് കണ്ടീഷനിലാണ് പോകുന്നത്. അതിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇവിടെ ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ. അതായത് ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഈ കണ്ടീഷൻ ഇസ് ട്രൂ ആണെങ്കിൽ കണ്ടീഷണൽ കോഡിൽ കയറും, ഇല്ലാന്നുണ്ടെങ്കിൽ ഫാൾസിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഈ നോർമൽ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പഠിച്ചിട്ടുള്ള സാധനമാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പിന്നെ എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പിന്നെ ഒന്ന് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ മൂന്ന് സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ കണ്ടീഷണൽ കോഡിനകത്ത് കയറും, അല്ലാന്നുണ്ടെങ്കിൽ എൽസ് കണ്ടീഷനിൽ പോകും. എൽസ് കണ്ടീഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ കേർലി ബ്രേസസ് ഇവിടെ ഒന്നും യൂസ് ചെയ്യില്ല. അതിന് പകരം നമ്മളിവിടെ ഇഫ് എക്സ്പ്രഷൻ ഇതാണെങ്കിൽ നമ്മളിവിടെ കോഡ് ഇങ്ങനെ കാണിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എൽസിനോട് നമ്മളിവിടെ എൽസ് കണ്ടീഷനിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കയറും. അപ്പോൾ അതിലുള്ള എക്സാമ്പിളാണ് നമ്മളിവിടെ നോക്കുന്നത്. രണ്ട് വേരിയബിൾസ് ഉണ്ട്, എയും ബിയും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10ഉം 20 ആണ് കൊടുത്തിരിക്കുന്നത്, കറസ്പോണ്ടിങ് വാല്യൂസ്. ഇപ്പോൾ ഇഫ് $A ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷനിൽ കയറും, എ ഈസ് ബിഗർ ദാൻ ബി, അല്ലെങ്കിൽ എൽസ് എ ഈസ് നോട്ട് ബിഗർ ദാൻ ബി എന്ന് കയറും. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കും, ഇഫ് എൽസ് കണ്ടീഷന്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വേറൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഡേറ്റ് നോക്കിയിട്ട് അതിലെ ഡേറ്റ് നമ്മൾ ഡേ ആണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഇൻബിൽഡ് ലൈബ്രറി ഉണ്ട്. അതിനകത്ത് നമ്മൾ ഡേ എടുത്തിട്ട് അതിൽ ഡേ ഫ്രൈഡേ ആണെങ്കിൽ ഹാവ് എ നൈസ് വീക്കെൻഡ് എന്ന് പറഞ്ഞ്, അതായത് ഈ ട്രൂ കണ്ടീഷനിൽ കയറും, അല്ലാന്നുണ്ടെങ്കിൽ ഫാൾസ് കണ്ടീഷനാണ് പോകുന്നത്. ഇതാണ് നമ്മൾ ഇഫ് എൽസിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, പിന്നെ എൻഡ് ഇഫ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ എൽസ് ഇഫ്, നമുക്ക് ഇഫ് എൽസിനെ കൂടെ തന്നെ നമുക്ക് എൽസ് ഇഫ് നമ്മളിവിടെ യൂസ് ചെയ്യും. അതായത് ഇഫ് കണ്ടീഷൻ ഇത് ഇഫിലെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എൽസ് ഇഫിനകത്ത് പിന്നെയും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ട്രൂ ആണെങ്കിൽ അതിനകത്ത് എക്സ്പ്രഷൻ 2ലെ കോഡ് എക്സിക്യൂട്ട് ആവും, അല്ലാന്നുണ്ടെങ്കിൽ എൽസിനകത്ത് എക്സ്പ്രഷൻ 2 ഈസ് ഫാൾസ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ഓക്കെ, ഇഫ് എൽസ് ഇഫ്. ഓക്കെ, ഇഫ് എൽസ് ഉണ്ട്, പിന്നെ എൽസ് ഇഫ് നമ്മൾ നോർമലി നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ഇഫ് എൽസിന്റെ ഓൾട്ടർനേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ സ്വിച്ച് കേസ് കാണും. അതായത് ഇവിടെ നമ്മൾ ഇഫ് കണ്ടീഷനകത്ത് നമ്മളിവിടെ ഇങ്ങനെ എൽസ് ഇഫ് എൽസ് ഇഫ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇഫും എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റിന് പകരം നമ്മളിവിടെ സ്വിച്ച് കേസ് നമ്മളിവിടെ യൂസ് ചെയ്യും. ഇപ്പോൾ സ്വിച്ച് കേസിന്റെ കേസിലാണെങ്കിൽ സ്വിച്ചിനകത്ത് നമ്മളൊരു $x എന്ന് പറഞ്ഞൊരു വേരിയബിൾ കാണും. ആ $xന്റെ വാല്യൂ ഏതാണെന്ന് ഈ കേസിനകത്ത് നോക്കും. അപ്പോൾ $x 0 ആണെങ്കിൽ, കേസ് 0 ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. x = 0 എന്ന് പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യും, ബാക്കി ഈ കണ്ടീഷനിലൊന്നും കയറത്തില്ല. പിന്നെ ഈ $xന്റെ വാല്യൂ നോക്കിയിട്ടായിരിക്കും ഓരോ കേസും ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 0, 1, 2 എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇൻഡിജർ വാല്യൂസ് ആണ്. ഇപ്പോൾ $x ആക്ച്വലി ഒരു ഇൻഡ് ടൈപ്പ് ആണ്. അപ്പോൾ ഇവിടെ കേസിന് പകരം നമ്മൾ 0ക്ക് പകരം ഇവിടെ വല്ല സ്ട്രിങ് ആണെങ്കിൽ ആ സ്ട്രിങ്ങും നമ്മൾ ഇവിടുത്തെ $x വാല്യൂ സെയിം ആണ് നോക്കുക. ആ വാല്യൂ സെയിം ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് കണ്ടീഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. പിന്നെ അവിടെ വെച്ച് തന്നെ ബ്രേക്ക് ചെയ്തങ്ങ് പോകും. ഓക്കെ, ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. നോർമലി നമ്മൾ ജാവാസ്ക്രിപ്റ്റിലും അതുപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ടുള്ള സാധനം തന്നെയാണ് നമ്മൾ PHPക്കകത്തും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഡീഫോൾട്ട് കേസ് സ്വിച്ച് ഉണ്ട്, സ്വിച്ച് എൻ സ്വിച്ച് ഉണ്ട്. ഇതൊക്കെ ആക്ച്വലി നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റിന് ആവശ്യമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് റെഫർ ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്ന ലൂപ്പ് ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ്. PHP ലൂപ്പ് ടൈപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഫോർ ഉണ്ട്, ഫോർ ഈച്ച് ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ലൂപ്പ് ഉണ്ട്. ഈ 4 ലൂപ്പ് ടൈപ്സ് ആണ് നമുക്ക് ഇവിടെ PHPക്കകത്ത് വരുന്നത്. അതിൽ നമ്മൾ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മുടെ ജാവാസ്ക്രിപ്റ്റ്, നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്ന ആ സെയിം സാധനം നമ്മളിവിടെ യൂസ് ചെയ്യും. അതിൻ്റെ സിൻടാക്സ് ആണ് ആദ്യം ഇനിഷ്യലൈസേഷൻ, കണ്ടീഷൻ, ഇൻക്രിമെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടായിരിക്കും ഇതിനകത്ത് കോഡ് എക്സിക്യൂട്ട് ആവുന്നത്. കണ്ടീഷൻ എപ്പോഴാണോ ഫാൾസ് ആവുന്നത് അപ്പോഴേ ഇത് കോഡിൽ നിന്ന് വെളിയിലോട്ട് വരും, അതായത് ബ്രേക്ക് ചെയ്ത് വെളിയിലോട്ട് വരും.
ഇപ്പോൾ നമ്മളിവിടെ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ $A = 0, $B 0 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫോർ ലൂപ്പിനകത്ത് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ വേരിയബിൾ ഐ ഒക്കെ പറഞ്ഞിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. വാർ അല്ലെങ്കിൽ ഇൻഡ് എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഡോളർ സിമ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. PHP ആയതുകൊണ്ട് നമ്മൾ ഡോളർ സിമ്പിൾ വെച്ചിട്ടാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ $i = 0 എന്ന് പറഞ്ഞാൽ $i <5, I++ എന്ന് പറയുമ്പോൾ ഇവിടെ ഫോർ ലൂപ്പിനകത്ത് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ എപ്പോഴാണോ ട്രൂ ആവുന്നത്, എപ്പോഴാണോ ട്രൂ ആ കണ്ടീഷൻ, ഇതിനകത്തുള്ള കണ്ടീഷൻ എക്സിക്യൂട്ട് ആവും. ഫാൾസ് ആകുമ്പോൾ മാത്രമേ ബ്രേക്ക് ചെയ്ത് അങ്ങ് വരും. അതുപോലെ തന്നെ നമുക്ക് ഫോർ ഈച്ച് ലൂപ്പ് ഉണ്ട്. ഫോർ ഈച്ച് ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അറേ കാണും, അറേ ആസ് വാല്യൂ. ഈ അറേ ആസ് വാല്യൂ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ വാല്യൂ എന്ന് പറയുന്ന അറേക്കകത്തുള്ള എലിമെൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അറേ ഉണ്ട്, 1 2 3 4 5. ഇതിൻ്റെ അകത്ത് എലിമെൻസ് ആണ്. അപ്പോൾ ഫോർ ഈച്ചിനകത്ത് നമ്മളിവിടെ $array എന്ന് പറയുന്നത് ഈ വേരിയബിൾ ആണ്. ഇത് ആക്ച്വലി നമ്മൾക്ക് ഒരു അറേ ആണ്. ആ അറേ ആസ് $value എന്ന് പറയുന്നത് ആക്ച്വലി ഈ അറേക്കകത്തുള്ള എലമെൻസ്, അതിനാണ് ഉദ്ദേശിക്കുന്നത്. അറേക്കകത്തുള്ള എലമെൻസ് ഇതിനകത്ത് നമ്മൾ എക്കോ വെച്ച് നമ്മൾ ഔട്ട്പുട്ട് റെൻഡർ ചെയ്യും. ഓക്കെ, അതിൽ $value കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടോ ഈ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വാല്യൂ ഈസ് 1 2 3 4 5. ഇത് ആക്ച്വലി നമ്മുടെ അറേക്കകത്തുള്ള എലിമെൻറ്റ്സ് ആണ് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫോർ ഈച്ച് ലൂപ്പ് നമ്മളിവിടെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് PHP വൈൽ ലൂപ്പാണ്. വൈൽ സ്റ്റേറ്റ്മെന്റ് വിൽ എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് കോഡ് ഇഫ് ആൻഡ് ആസ് ലോങ് ആസ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ട്രൂ. ഓക്കെ, നമ്മൾ വൈൽ ലൂപ്പ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടീഷൻ ഇവിടെ നോക്കും. ആ കണ്ടീഷൻ എപ്പോഴാണോ കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിനകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഫാൾസ് ആകുമ്പോൾ ഈ വൈൽ ലൂപ്പിൽ നിന്ന് അങ്ങ് ബ്രേക്ക് ചെയ്തങ്ങ് പോകും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വൈലിനകത്ത് നമ്മൾ $i <10 എന്ന് പറഞ്ഞു കൊടുത്താൽ ഈ കണ്ടീഷൻ എപ്പോഴാണോ ട്രൂ ആയിരിക്കുമ്പോൾ ഇതിനകത്ത് കോഡ് എക്സിക്യൂട്ട് ആവും. ഇത് എപ്പോഴാണ് ഫാൾസ് ആകുമ്പോൾ, ഇത് ഫാൾസ് ആയി കഴിഞ്ഞാൽ ഇതിന്ന് വൈൽ ലൂപ്പിൽ നിന്ന് അങ്ങ് ബ്രേക്ക് ചെയ്തങ്ങ് പോകും. ഓക്കെ, അതുപോലെ തന്നെ ഡു വൈൽ ലൂപ്പ് ഉണ്ട്. അത് നമുക്ക് നോർമലി വൈൽ ലൂപ്പിൻ്റെ സെയിം സാധനം തന്നെയാണ്. നമ്മൾ നേരത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്കറിയാലോ ഡു വൈൽ ലൂപ്പ്. ആ സെയിം സിസ്റ്റം നമ്മൾ ഇതിനകത്ത് PHPയിലും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ നമുക്ക് ആ ലൂപ്പിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ചെയ്ത് പോകണം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വൈൽ ലൂപ്പിനകത്ത് $i <10 എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ഇതിനകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഐ എന്ന് പറയുന്ന വേരിയബിളിൽ ഇങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എപ്പോഴാണോ $i = 3, $iയുടെ വാല്യൂ എപ്പോഴാണോ 3 ആവുന്ന അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും. ആ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ വൈൽ ലൂപ്പിൽ നിന്ന് അങ്ങ് എക്സിറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് 0 1 2 3 4 എന്നൊന്നും വരത്തില്ല. ഐ എപ്പോഴാണോ ബ്രേക്ക് ആവുന്നത് അവിടെ ഐ എന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ എപ്പോഴാണോ ട്രൂ ആവുന്നത് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തങ്ങ് പോകും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൂപ്പിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, പിന്നെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് PHPയുടെ. അതായത് ഇങ്ങനെ $value = 3 ആണെങ്കിൽ ആ കണ്ടിന്യൂ ചെയ്ത് പോകാം. ഓക്കെ, ഫോർ ഈച്ചിനകത്തോ അല്ലെങ്കിൽ വൈൽ ലൂപ്പിനകത്തൊക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, അടുത്ത നമുക്ക് ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് നോർമലി ഒരു എക്സ്പ്രഷൻ 1 2 3 കാണും. അതായത് ഇനിഷ്യലൈസേഷൻ, കണ്ടീഷൻ, പിന്നെ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്. ആ സെയിം സാധനം തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫോർ ലൂപ്പ് നമ്മളിവിടെ PHPയിൽ നോർമൽ നമ്മളെ ഫോർ ലൂപ്പ് എങ്ങനെയാണോ അതാണ് നമ്മളിവിടെ PHPയിലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു ഇൻഫിനിറ്റ് ഫോർ ലൂപ്പ് വേണമെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ ഡബിൾ സെമിക്കോളൻ എന്ന് പറഞ്ഞാൽ 2 സെമിക്കോളൻ ഈ ഫോറിനകത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ലൂപ്പ് ബോഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്ച്വലി അവർ ഇൻഫിനിറ്റ് ലൂപ്പ് ആയിരിക്കും. പിന്നെ 4n4 ഉണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ഇത് റെഫർ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫോർ ഈച്ച് ലൂപ്പ് ഉണ്ട്. ഫോർ ഈച്ച് ലൂപ്പ് ആക്ച്വലി അറേ ഉണ്ട്. അറേ ആസ് $value. അതിനകത്തുള്ള
എന്തൊക്കെ എലിമെന്റ്സ് ഉണ്ടോ എലിമെന്റ്സ് അത് ഇവിടെ പ്രിന്റ് ഔട്ട് ചെയ്ത് കാണിക്കും. ഈ ഫോർ ഈച്ചിനകത്ത് നമുക്ക് പ്രിന്റ് ഔട്ട് ചെയ്ത് കാണിക്കും. പിന്നെ ഉള്ളത് നമുക്ക് അറേക്കകത്ത് ഈ കീ വാല്യൂ പെയർ വരുമല്ലോ, അതായത് അറേക്കകത്തുള്ള ഒബ്ജക്റ്റ്, അത് ആക്ച്വലി നമുക്ക് ഇവിടെ ചെയ്യാന്ന് പറഞ്ഞാൽ അറേ ആസ് ഡോളർ കീ എടുക്കും. അതിൻ്റെ ഇവിടെ ഈക്വൽ ടു ഗ്രേറ്റർ ദാനിനകത്ത് നമ്മളിവിടെ ഇങ്ങനെ ആരോനകത്ത് നമ്മൾ ഡോളർ വാല്യൂ എന്ന് പറഞ്ഞ് കൊടുക്കും. ആരോ ഫംഗ്ഷൻ അല്ല, ആരോ എന്ന് കൊടുത്തിട്ട് ഡോളർ വാല്യൂ, അതായത് നമുക്ക് കീയും വാല്യൂയും കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളത് PHP വൈൽ ലൂപ്പ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ സംഭവം. നമ്മൾ വൈൽ ലൂപ്പ്, അതായത് കണ്ടീഷൻ ട്രൂ ആയിരിക്കുമ്പോൾ നമ്മൾ ഇതിനകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ആവും. എപ്പോഴാണ് ഫാൾസ് ആവുന്നത് ഇതങ്ങ് വൈൽ ലൂപ്പ് അങ്ങ് ടെർമിനേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡു വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പിൽ നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്യാൻ പറ്റും. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി നമുക്ക് ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഇഫ് കണ്ടീഷൻ, ഇപ്പോൾ വൈൽ ലൂപ്പിനകത്ത് നമ്മളൊരു ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിനെ പിടിച്ചങ്ങ് ബ്രേക്ക് ചെയ്തങ്ങ് വിടും. ഓക്കെ, പിന്നെ ഉള്ളത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. കണ്ടീഷൻ ട്രൂ ആയിരിക്കുമ്പോഴും ഇതിനെ കണ്ടിന്യൂ ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കിവിടെ ഇഫ് എൽസ് ഉണ്ട്, സ്വിച്ച് ഉണ്ട്, ലൂപ്പ് ഉണ്ട്, ഫോർ ലൂപ്പ് ഉണ്ട്, ഫോർ ഈച്ച് ലൂപ്പ്, വൈൽ, ഡു വൈൽ ലൂപ്പ്. സോ ലൂപ്പ് ടൈപ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. സാധാരണ നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, ആ സെയിം സാധനമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കുറച്ച് ഡിഫറെൻറ്റ് മാത്രമേ ഉള്ളൂ, ഈ സിൻടാക്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഇനി അടുത്തത് നമുക്ക് അറേസ് ആണ് നോക്കേണ്ടത്. അറേസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ.